നമസ്കാരം, വെൽക്കം ടു സിഗ്മ സൊല്യൂഷൻ. ഓക്കെ, SSLC മോഡൽ എക്സാം കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവരും ഇല്ലേ? അപ്പൊ നമുക്ക് അതിന്റെ ആൻസേഴ്സ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കിയാലോടാ മക്കളെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യത്തിലോട്ട് പോയാലോ, നേരെ ചോദ്യത്തിലോട്ട് പോയാലോടാ. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? വിച്ച് ഓഫ് ദ നമ്പേഴ്സ് ബിലോ ക്യാൻ ബി എ ടേം ഇൻ ദ അരിത്മാറ്റിക് സീക്വൻസ് 5,8,11 ഇല്ലേ? അതായത് 5, 8, 11 എന്ന സമാന്തര ശ്രേണിയിൽ ഒരു പദമാകുന്നത് ഏതാണെന്നാണ് ആ മക്കളെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം എന്താണ് ചെയ്യേണ്ടത് മക്കളെ? അതായത് ഇതിന്റെ ഡി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇതിന്റെ ഡി എത്രയാടാ മക്കളെ വരിക? 8 - 5 എത്രയാടാ മക്കളെ വരിക? 3 അല്ലേ വരിക. ഇനി ഇതിലൊരു ടേം ആണ് 5 എന്ന് പറയുന്നത്. എന്താണ് ഇതിലെ ടേം ആണ് ഇല്ലേ? ആ ഒരു സീക്വൻസിൽ ഏതെങ്കിലും ഒരു ടേം എടുക്കുക. അപ്പൊ 5 എന്ന് പറയുന്ന ടേം എടുക്കുകയാണെങ്കിൽ 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാടാ മക്കളെ വരിക? 1 3s are 3. ബാക്കി എത്രയാ വരിക? റിമൈൻഡർ എത്രയാ വരിക? 2 അല്ലേ വരിക. അപ്പൊ ഈ ഒരു കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരുന്നത് ആരാണോ അതായിരിക്കും ഈ സമാന്തര ശ്രേണിയിലെ പദം എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഇതാ ഞാൻ ഈ പറഞ്ഞ ഓരോ ആൾക്കാരെ ആയിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ പോരടാ മക്കളെ. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 25നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാടാ മക്കളെ വരിക? 8 3 24. ബാക്കി എത്രയാ വരിക? 1 ആണ് വരിക. അപ്പോ ഇത് ഓപ്ഷൻ അല്ലടാ മക്കളെ, ഇത് ശരിയായിട്ടുള്ള ഓപ്ഷൻ അല്ല. കാരണം റിമൈൻഡർ 1 അല്ലേ വരുന്നത്. ഇനി അടുത്തത് 30 എടുക്കാൻ പോവാണ്. ആ 30നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാടാ മക്കളെ വരിക? ഒരു 3 3, ബാക്കി 0. അപ്പോൾ അവിടെ എത്രയാണ് വരിക? 10 ആണ്. റിമൈൻഡർ വരുന്നത് എന്താ? 0 ആണ്. അപ്പോ ബി എന്ന് പറയുന്ന ഓപ്ഷനും കറക്റ്റ് ആയിട്ടുള്ള അല്ലടാ മക്കളെ. ഇനി ഞാൻ 35നെ ഡിവൈഡ് ചെയ്ത് നോക്കാൻ പാടാം. 35നെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാ വരിക? ഒരു 3 3 ആണ്. ബാക്കി 0 വരും. 5ല് 1 3s are 3. പിന്നെ ബാക്കി റിമൈൻഡർ 2 വരും. അപ്പൊ ഇതിൽ ഏതാടാ മക്കളെ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരുന്നത്? ഏതാടാ? ഓപ്ഷൻ സി ആയിട്ടുള്ള 35 ആടാ മക്കളെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും ശരിയാക്കി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് പോവുകയാണെങ്കിൽ എന്തായിരുന്നുടാ മക്കളെ? അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്തായിരുന്നുടാ മക്കളെ? എക്സ് അക്ഷത്തിന് സമാന്തരമായി 2 3 എന്ന ബിന്ദുവിലൂടെ ഒരു വര വരച്ചാൽ അല്ലെ, അതായത് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ ഈസ് ഡ്രോൺ ത്രൂ the point 2 3 and parallel to the x axis. What are the coordinates of the point at which this line cut y axis? ഈ ഒരു വര y ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് മക്കളെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ നോക്കിയാടാ മക്കളെ, നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് അപ്പൊ ഞാൻ ഈ ഒരു പോയിന്റ് എന്തായിട്ട് എടുക്കാടാ മക്കളെ? 2,3 എന്ന് പറയുന്ന പോയിന്റ് ആയിട്ട് എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഇതാണ് എന്റെ എന്തെന്ന് പറയുന്നത്? എക്സ് ആക്സിസ്. ഇതാണ് മക്കളെ എന്തെന്ന് പറയുന്നത്? വൈ ആക്സിസ്. ഇതാണ് എക്സ് ആക്സിസ്, ഇതാണ് വൈ ആക്സിസ്. ഉറപ്പായിട്ടുള്ള കാര്യമല്ലേ? അപ്പൊ അതാ നോക്കിയടാ, എനിക്കറിയാം ഈ ഒരു പോയിന്റ് ഇത് 2 3 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നോക്കിയടാ മക്കളെ, ഈ ഒരു പോയിന്റ് എന്തായിരിക്കും വരിക? ഈ ഒരു പോയിന്റ് എന്തായിരിക്കും വരിക? ഇത് 2 ആയിരിക്കും. അതുപോലെ ഈ ഒരു പോയിന്റ് എന്തായിരിക്കും മക്കളെ വരിക? ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ ഈ ഒരു പോയിന്റ് എന്തായിരിക്കും വരിക? 3 അല്ലേ വരിക. ഇതല്ലടാ മക്കളെ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് അല്ലെങ്കിൽ വൈ ആക്സിസിലത്തെ പോയിന്റിന്റെ പ്രത്യേകത എന്താണ്? വൈക്ക് മാത്രമേ വാല്യൂ ഉണ്ടാവുള്ളൂ, എക്സിന് വാല്യൂ ഉണ്ടാവില്ല. അപ്പൊ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും വരിക. വൈയുടെ വാല്യൂ എത്ര ആയിരിക്കും വരിക? 3 അല്ലേ വരിക. അപ്പൊ 0,3 എന്ന് പറയുന്ന പോയിന്റ് ഏതാടാ മക്കളെ വരിക? ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ദെൻ അടുത്ത ചോദ്യം, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആടാ മക്കളെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ആൾജിബ്ര ഫോം ഓഫ് ദ അരിത്മാറ്റിക് സീക്വൻസ് 7 11 15 എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താടാ മക്കളെ? നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം എക്സ് എൻ ഈസ് ഈക്വൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്? DN പ്ലസ് F മൈനസ് ഡി എന്നാണ് പറയാ ഇല്ലേ? അപ്പൊ ഇവിടെ ഡി എത്രയാടാ മക്കളെ വരുന്നത്? ഇവിടെ ഡി എത്രയാ വരുന്നത്? ഡി എന്ന് പറയുന്നത് 11 - 7 എത്രയാടാ വരുന്നത്? 4 ആണ് വരുന്നത്. എഫ് എന്ന് പറയുന്നത് എത്രയാടാ മക്കളെ വരുന്നത്? 7 ആണ് വരുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ എന്താടാ വരിക? ഡിക്ക് പകരം 4n പ്ലസ് എഫ് മൈനസ് ഡി എന്ന് പറയുമ്പോൾ എന്താടാ വരിക? 7 - 4 അല്ലേ? അപ്പൊ എനിക്ക് എന്ത് പറഞ്ഞിട്ടും 4n പ്ലസ് 7 - 4 എത്രയാ വരിക? 3 അല്ലേ വരിക. അപ്പൊ 4n പ്ലസ് 3 എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആടാ മക്കളെ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ദെൻ അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം ആടാ മക്കളെ. നാലാമത്തെ ചോദ്യം എന്തായിരുന്നു മക്കളെ? വാട്ട് ആർ ദ എക്സ് കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് where the graph of the polynomial p of x is equal to x square minus 9x plus 14 കട്ട് ദ എക്സാക്സിസ് എന്നാണ് പറയുന്നത്. അപ്പൊ എക്സാക്സിസിനെ കട്ട് ചെയ്യണ ആ ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് മക്കളെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? അതായത് ആ പി ഓഫ് എക്സ് എന്ന് പറയണ ആ ഒരു പോളിനോമിയൽ, പി ഓഫ് എക്സ് എന്ന് പറയണ ആ ഒരു പോളിനോമിയൽ എന്തായിരുന്നു മക്കളെ? എക്സ് സ്ക്വയർ മൈനസ് 9x പ്ലസ് 14 എന്ന് പറയുന്നതാണ് അല്ലേ? ഈ ഒരു പോളിനോമിയല് ആദ്യത്തെ ഓപ്ഷനിൽ എടുക്കുന്ന ആളാണ് 2 അല്ലേ എടുക്കുന്നത്. അപ്പൊ എക്സിന്റെ വാല്യൂ ആയിട്ട് 2 കൊടുക്കുക. 2 കൊടുക്കുമ്പോൾ എന്താണ് മക്കളെ വരിക? 2 സ്ക്വയർ മൈനസ് 9 × 2 പ്ലസ് 14 എത്രയാടാ മക്കളെ വരിക? 4 - 18 പ്ലസ് 14 എന്ന് വരും.
അപ്പൊ ഈ 14+4 എത്രയാണ് മക്കളെ വരിക? 18 - 18 ഈസ് ഈക്വൽ ടു എത്രയാണ് മക്കളെ വരിക? 0 ആണ്. അപ്പോൾ ഇതിൽ 2 എന്ന് പറയുന്ന പോയിന്റ് എക്സ് ആക്സിസിനെ കട്ട് ചെയ്യണതാണെന്ന് മനസ്സിലായി. ഇനി അടുത്തത് അതിൽ അടുത്ത പോയിന്റ് കൂടി നോക്കി നോക്കുക. 7 അല്ലേ വരുന്നത്? അപ്പൊ അതാ ഞാനിവിടെ കൊടുക്കാൻ പോവാണ്. അപ്പൊ എങ്ങനെയായിരിക്കും ഇവിടെ മക്കളെ വരിക? പി ഓഫ് എക്സിൽ എക്സിന്റെ പ്ലേസിൽ കൊടുത്തു കഴിഞ്ഞാൽ 7² - 9 × 7 + 14 എന്ന് പറഞ്ഞാൽ വരിക. 7ന്റെ സ്ക്വയർ എത്രയാണ് മക്കളെ? 49 ആണ്. -9 × 7 എത്രയാണ് മക്കളെ വരിക? 63 ആണ്. +14 എന്ന് കൊണ്ടുവരും. 49 + 40 എത്രയാണ് മക്കളെ വരിക? 63. 63 - 63 ഈസ് ഈക്വൽ ടു എത്രയാണ് മക്കളെ വരിക? 0 അല്ലേ വരിക? അപ്പൊ ഇതിന്റെ കൃത്യമായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 2,7 ആണ് വരിക. അപ്പൊ അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ മക്കളെ? അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? The score of 8 students in an exam are given below. തന്നിട്ടുണ്ട് 50, 52, 66, 64, 56, 55, 70, 80 എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണെങ്കിൽ മീഡിയൻ അല്ലെങ്കിൽ മധ്യമ സ്കോർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളിങ്ങനെ മധ്യമം അല്ലെങ്കിൽ മീഡിയൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ ചെയ്യുക? ആദ്യം അസെൻഡിങ് ഓർഡറിൽ എഴുതാനല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതാ ഇവിടെ വരുന്ന ഏറ്റവും ചെറിയ നമ്പർ ആരാടാ മക്കളെ? 5 വെച്ചിട്ട് തുടങ്ങുന്നത് ഇല്ലേ? 5 വെച്ചിട്ട് തുടങ്ങുന്ന ആൾക്കാർ ആരൊക്കെയാണ്? 50 ഉണ്ട്, 52 ഉണ്ട്, പിന്നെ അതുപോലെ 56 ഉണ്ട്, 55 ഉണ്ട് ഇല്ലേ? അപ്പൊ ഇതിൽ വരുന്ന ആൾക്കാരെ ആദ്യം എടുത്ത് എഴുതാൻ പോവാണ്. ആരാണ് ഏറ്റവും ചെറിയ ആളാരാടാ മക്കളെ? 50 അല്ലേ വരുന്നത്? അപ്പൊ 50, പിന്നെ താളാരാ വരുന്നത്? 52, പിന്നെ താളത്തിര വരുന്നത് 55, പിന്നെ താളത്തിരടാ മക്കളെ വരുന്നത് 56. അപ്പൊ ഇങ്ങനെ 4 പേരായില്ലേ? ദെൻ അടുത്തത് എത്രയാടാ മക്കളെ വരുന്നത്? 6 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, 6 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന 2 ആൾക്കാരുള്ളത് 64 ഉണ്ട്, 66 ഉണ്ട്. അപ്പൊ ഞാൻ അടുത്ത ആരാ എഴുതാടാ? 64, 66 എന്ന് പറഞ്ഞിട്ട് എഴുതാം. പിന്നെ അടുത്ത ആൾക്കാർ ആരൊക്കെയാണ് മക്കളെ വരുന്നത്? 70, 80 അല്ലേ? അപ്പൊ എനിക്ക് കിട്ടിയ 2, 4, 6, 8 പേരെയും കിട്ടി ഇല്ലേ? അപ്പൊ 8 പേരെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാലോ മീഡിയൻ കണ്ടുപിടിക്കാൻ. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൺ നമ്പർ ഇരട്ടസംഖ്യയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ഇവൺ നമ്പർ അല്ലെങ്കിൽ ഇരട്ടസംഖ്യയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ പറഞ്ഞിട്ടായിരുന്നു? മിഡിൽ ടേം എന്ന് പറയുന്നത് n/2ഉം അതുപോലെ n/2 + 1 ആയിരിക്കും വരിക. ഇവിടെ എത്ര ആൾക്കാരാണ് ആ മക്കളെ ഉള്ളത്? 8 അല്ലേ ഉള്ളത്? അപ്പൊ 8/2, അതുപോലെ 8/2 + 1. 8/2 എത്രയാണ് മക്കളെ വരിക? 4ഉം 4 + 1 എത്രയാണ് മക്കളെ വരിക? 5 അല്ലെ? 4ാമത്തെ 5ാമത്തെ ആളെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പൊ 1, 2, 3, 4, 5 അല്ലെ? ആരൊക്കെയാണ് 4ാമത്തെ ആൾക്കാർ? 4ാമത്തെ 5ാമത്തെ ആളെന്ന് പറയുന്നത് ആരൊക്കെ വരിക? 1, 2, 4, 5 ഇതല്ലേ വരിക? 56ഉം വരും, 64ഉം വരും. അപ്പൊ എങ്ങനെയാണ് മക്കളെ മീഡിയൻ? ഞാൻ ഇനി എങ്ങനെയായിട്ട് പിടിക്കുക? 56 + 64 / 2. അപ്പൊ 56ഉം 64ഉം കൂടി കൂട്ടുമ്പോൾ എത്രയാണ് മക്കളെ വരിക? 120 അല്ലേ വരിക? 5ഉം 6ഉം 50ഉം 60ഉം 110, 6 4 10, 120. അതായത് 120/2 സമം എന്ത് നോട്ട് കിട്ടൂടാ മക്കളെ? എനിക്ക് 60 നോട്ട് കിട്ടും. അതായത് ഓപ്ഷൻ ഡി ആണ് മക്കളെ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് പോവുകയാണെങ്കിൽ എന്തായിരുന്നു മക്കളെ? ദ സർഫസ് ഏരിയ ഓഫ് എ സോളിഡ് സ്ഫിയർ ഈസ് 120 square centimeters. It is cut into 2 halves. What would be the surface area of one hemisphere in square centimeter? അപ്പൊ ഒരു കട്ടിയായ അർദ്ധഗോളത്തിനെ 2 ആക്കിയിട്ട് മുറിച്ചു എന്നാണ് പറയുന്നത് ഇല്ലേ? അപ്പൊ മുറിച്ചപ്പോ അത് 2 അർദ്ധഗോളങ്ങളായിട്ട് മാറി, അല്ലെങ്കിൽ ഹെമിസ്ഫിയർ ആയിട്ട് മാറി. അപ്പൊ അതിന്റെ ഉപരിതല പരപ്പളവാണ് മക്കളെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിന്റെ ഉപരിതല പരപ്പളവ് എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ വരിക? 4πr² എന്ന് പറയുന്നതാണ്. അത് എത്രയാണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് മക്കളെ? നമുക്ക് 120 ആണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഇനി ഒരു ഹെമിസ്ഫിയറിന്റെ പരപ്പളവ് എത്രയാണ് മക്കളെ വരിക? ടോട്ടൽ സർഫസ് ഏരിയ 3πr²ഉം 3πr² ആയിട്ടാണ് മാറുക അല്ലേ? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? അപ്പൊ അതാ നോക്കിയടാ, എനിക്കിവിടെ 4πr² ഈസ് ഈക്വൽ ടു 120 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 4πr² ഈസ് ഈക്വൽ ടു 120 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, πr² ഈസ് ഈക്വൽ ടു എനിക്ക് എന്തെന്ന് പറഞ്ഞിട്ട് എഴുതാടാ മക്കളെ? 120 / 4 ഈസ് ഈക്വൽ ടു 30 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ എന്തായിരിക്കും മക്കളെ വരിക? ഇതിന്റെ ഏരിയ എന്തായിരിക്കും വരിക? അതായത് 3 × πr² പകരം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് മക്കളെ എനിക്ക് 30 ഈസ് ഈക്വൽ ടു 90 എന്ന് കിട്ടും. അതുപോലെ ഇതിന്റെ മക്കളെ 3 × 30 ഈസ് ഈക്വൽ ടു 90 എന്ന് പറഞ്ഞിട്ടാണ് വരിക. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ബി അല്ലടാ മക്കളെ കറക്റ്റ് ആയിട്ട് വരിക. ഓപ്ഷൻ ബി അല്ലടാ മക്കളെ കറക്റ്റ് ആയിട്ട് വരിക. അപ്പൊ എല്ലാവരും ശരിയാക്കി ഉണ്ടാവും വിചാരിക്കണം. ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ് മക്കളെ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ്. അപ്പൊ അടുത്ത ചോദ്യം എന്തായിരുന്നു മക്കളെ? ഇതിനോട് പറഞ്ഞിട്ടുള്ളത് ഇക്വേഷൻ ഓഫ് എ സർക്കിൾ x - 1 whole square + y - 3 whole square is equal to 9 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എനിക്ക് അറിയാവുന്ന കാര്യം ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന്, അതായത് നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു തന്നിട്ടുള്ള കാര്യത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും നോക്കണം മക്കളെ. x - 1 whole square + y - 3 whole square is equal to 9 എന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത് അല്ലേ? അതായത് ഞാൻ ആദ്യം തന്നിട്ടുള്ള കാര്യം എനിക്ക് ഇവിടെ എഴുതിക്കാണ്. x - 1 whole square + y - 3
ഹോൾ സ്ക്വയർ y മൈനസ് 3 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 9 എന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാ മക്കളെ, അതായത് ഇതൊരു സർക്കിളിന്റെ സെന്റർ ആണെന്ന് വിചാരിക്കാം. ഈ കോർഡിനേറ്റ് എച്ചും കെ ആയിട്ട് എടുക്കാണ്. ഈ ഒരു പോയിന്റ് സർക്കിളിലത്തെ ഏതെങ്കിലും ഒരു പോയിന്റ് ആയിട്ട് എക്സും വൈ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തിന് നമ്മൾ എന്താണ് പറയാ, റേഡിയസ് എന്നല്ലേ പറയാ. അപ്പൊ ഈ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ എന്തായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഇങ്ങനെയല്ലേ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇല്ലേ? അപ്പൊ അതാ ഈ ഒരു ഫോർമാറ്റിൽ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെയാണ് എഴുതാൻ പറ്റിയതിനെ? എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 9 എന്ന് പറയുന്നത് ആരുടെ സ്ക്വയർ ആണോ മക്കളെ? 3ന്റെ സ്ക്വയർ ആണ് ഇല്ലേ? അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എച്ചിന്റെ പ്ലേസിൽ എന്താണ് മക്കളെ കിടക്കുന്നത്? എച്ചിന്റെ പ്ലേസിൽ എന്താണ് എടുക്കുന്നത്? 1 ആണ്. കെയുടെ പ്ലേസിൽ എന്താണ് എടുക്കുന്നത്? 3 ആണ്. ആറിന്റെ പ്ലേസിൽ എന്താണ് മക്കളെ കിടക്കുന്നത്? 3 ആണ് കിടക്കുന്നത്. അപ്പോ എനിക്ക് ഈ ഒരു കാര്യം മനസ്സിലായി. ഇതിന്റെ സെന്റർ എന്ന് പറയുന്നത് എത്രയാണെന്ന് മനസ്സിലായിടാ മക്കളെ? 1,3 ആണെന്ന് മനസ്സിലായി. അതുപോലെ ഇതിന്റെ റേഡിയസ് എത്രയാണെന്ന് മനസ്സിലായിടാ മക്കളെ? 3 ആണെന്ന് മനസ്സിലായി. ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന കാര്യങ്ങളാണ്. ഇനി ഇതാണ് ഞാൻ ആ ഒരു സ്റ്റേറ്റ്മെന്റുകൾ നോക്കാൻ പോവാണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് 9. ഇതെന്താണ് മക്കളെ? ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. വൃത്തത്തിന്റെ ആരം 9 ആണോ? അല്ലല്ലോ, 3 അല്ലേ നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു മക്കളെ? സെന്റർ ഓഫ് ദ സർക്കിൾ ഈസ് 1,3 അല്ലേ? സെന്റർ ഓഫ് ദ സർക്കിൾ എന്താ പറഞ്ഞത്? 1,3 ആണെന്നാ പറഞ്ഞത്. 1,3 എന്ന് പറയുമ്പോൾ 1,3 ആണോടാ മക്കളെ? ഇതാ ഇവിടെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, 1,3 അല്ലേ പറഞ്ഞത്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ മക്കളെ? അടുത്തത് റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് 3, അതായത് വൃത്തത്തിന്റെ ആരം 3 ആണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണോ മക്കളെ? കറക്റ്റ് ആയിട്ടുള്ളതാണ് ഇല്ലേ? ഇനി വൃത്തത്തിന്റെ കേന്ദ്രം -1, -3 ആണോ? അല്ല. അപ്പൊ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് മക്കളെ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്? ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് കറക്റ്റ് ആയിട്ടുള്ളത്? രണ്ടാമത്തെയും മൂന്നാമത്തെയും ആടാ മക്കളെ. ഏതൊക്കെയാടാ? 2, 3 ശരിയാണ് എന്ന് പറയുന്നത് ഏതാ? ഓപ്ഷൻ സി അല്ലേ വരിക. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാടാ മക്കളെ വരിക? ഓപ്ഷൻ സി ആയിരിക്കും. അപ്പൊ നമുക്കത് കൃത്യമായിട്ട് ആ ഒരു ഇക്വേഷനിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായിട്ട് വിചാരിക്കണം. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവുകയാണെങ്കിൽ എന്തായിരിക്കണോ മക്കളെ? അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ് വരുന്നത്? 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇനി ഞാൻ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ സർക്കം റേഡിയസ് ഈസ് ട്വൈസ് ഇൻ റേഡിയസ്, അതായത് ഒരു സമഭുജ ത്രികോണത്തിന്റെ അർദ്ധവൃത്ത ആരത്തിന്റെ 2 മടങ്ങാണ് പരിവൃത്ത ആരം എന്ന് പറഞ്ഞിട്ട്. അതുപോലെ കോണുകൾ 30 ഡിഗ്രി 60 ഡിഗ്രി ആയാൽ ഹൈപ്പോട്യൂസ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡിന്റെ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് എടുക്കുന്നതിന്റെ 2 ഇരട്ടി ആയിരിക്കും, അല്ലെങ്കിൽ ട്വൈസ് ആയിരിക്കും. ഈ 2 സ്റ്റേറ്റ്മെന്റുകളാണ് മക്കളെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതാ ഞാനിവിടെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ? വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നോക്കി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ? ഇതിന് ഈ ഒരു സർക്കിളിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇൻ സർക്കിൾ അല്ലെങ്കിൽ അന്തർവൃത്തം എന്നാണ് പറയാ. ഈ വലിയ സർക്കിളിനെയാണ് മക്കളെ നമ്മൾ എന്തെന്ന് പറയാ? പരിവൃത്തം അല്ലെങ്കിൽ സർക്കം സർക്കിൾ എന്ന് പറയാ. അപ്പൊ എനിക്കറിയാം, അതായത് ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എല്ലാ കോണുകളും എത്രയായിരിക്കും മക്കളെ വരിക? 60 ഡിഗ്രി ആയിരിക്കും വരിക. അപ്പൊ ഇതും 60 ആണെങ്കിൽ ഈ ഒരു ഭാഗത്തിലായിരിക്കും മക്കളെ വരിക 30. അതായത് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇത് ടാൻജന്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഈ ഒരു സർക്കിളിന്റെ ടാൻജന്റ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ഈ ടാൻജന്റ് ആയ കാരണം തന്നെ റേഡിയസും ടാൻജന്റും നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ് മക്കളെ വരിക? 90 ഡിഗ്രി അല്ലേ വരിക. അപ്പൊ ഇതിലെ കോണുകളുടെ അളവുകൾ 30, 60, 90 ആണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം 30, 60, 90 ആണ് കോണുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ ആംഗിൾസ് തമ്മിലുള്ള റേഷ്യോ എന്നുണ്ടെങ്കിൽ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും എന്നാണ് പറയുന്നത്? 1:√3:2 ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് 1x, 30ന്റെ ഓപ്പോസിറ്റ് 1x ആയിരിക്കും. 60ന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും എന്നാണ് പറയുന്നത്? √3x. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും എന്നാണ് പറയുന്നത്? 2x. അവിടെ നോക്കിയടാ മക്കളെ, ഇവിടെ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആളാരാടാ? 6 അല്ലേ? അതായത് x ഈസ് ഈക്വൽ ടു 6 ആണെന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും മക്കളെ വരിക? 2x എന്ന് പറയുമ്പോൾ 2r അല്ലേ വരിക? അതായത് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഇതല്ലേ വരുന്നത്? ഇത് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഇതെന്താണ്? പരിവൃത്ത ആരല്ലേ വരുന്നത്? ഇത് പരിവൃത്ത ആരല്ലേ വരുന്നത്? അല്ലെങ്കിൽ സർക്കം സർക്കിളിന്റെ റേഡിയസ് അല്ലേ? ഇതല്ലേ ഇൻ സർക്കിൾ അല്ലെങ്കിൽ അന്തർവൃത്തത്തിന്റെ ആരം എന്ന് പറയുന്നത്? ഇരട്ടിയായിട്ട് മാറിയില്ലേ? സ്റ്റേറ്റ്മെന്റ് പക്ക കറക്റ്റ് ആണ് മക്കളെ. അതുപോലെ അവിടെ നോക്കിയൊക്കെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 30, 60, 90 ഡിഗ്രി അല്ലെ? 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ അവിടെ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എടുക്കുന്നത് 30യുടെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആളുടെ ട്വൈസ് ആയിരിക്കും. കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയല്ലടാ മക്കളെ. അപ്പൊ പ്രസ്താവന 1ഉം പ്രസ്താവന 2ഉം ശരിയാണ്. പ്രസ്താവന 1ന്റെ കാരണമാടാ മക്കളെ എന്ന് പറയുന്നത് 2 എന്ന് പറയുന്നത്. അതായത് ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ദ റീസൺ ഫോർ സ്റ്റേറ്റ്മെന്റ് 1. ഇതാടാ മക്കളെ അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് മക്കളെ നമ്മുടെ സെക്ഷൻ എയിലുള്ള ചോദ്യങ്ങള്.
അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു സെക്ഷനിലുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ പാറ്റേണിൽ തന്നെയാണ് മക്കളെ ഈ ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ നന്നായിട്ട് ചെയ്തു പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാവുന്നതാണ് മക്കളെ. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് സിഗ്മ സൊല്യൂഷൻ.